ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഞാൻ എന്താ ഇങ്ങനെ നിൽക്കണേന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് ഡേറ്റിന് പോവാണ് ഞാനും ഒപ്പം കൂടെ. അപ്പോൾ 2 ദിവസം മുന്നേ അടുത്ത് പറഞ്ഞ് നീ ഫ്രീ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ യാ ഓഫ് കോഴ്സ്, ചോറ് തിന്നു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്കൊരു ഡേറ്റിന് പോവാമെന്ന്. സോ ഗൈസ്, ഇന്ന് ഞാനും ഒപ്പം കൂടെ ഞാൻ വിയർത്ത് ടെൻഷൻ കാരണം ഞാനും ഒപ്പം കൂടെ ഇന്നൊരു ഡേറ്റിന് പോവാണ്. ഓക്കെ, ആഹാരം കിട്ടി എവിടെയായാലും ഞാൻ അങ്ങ് ഓടിത്തള്ളിക്കോളും. അപ്പം ഞാനതിന് വേണ്ടിയിട്ട് പുതിയ സാധനങ്ങളൊന്നും ഇറക്കിയിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കരുത്. ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ഇയർ കഫ് ആണ്, ഈ ഒരു ടോപ്പാണ്. ഞാൻ കാണിച്ചു തരാം. ഞാനേ അപ്പൂനെ വിളിക്കട്ടെ. അപ്പോൾ കുറേ നേരമായിട്ട് വിളിയിൽ വെയിറ്റ് ചെയ്യാണ് ഞാൻ ഒരുങ്ങി ഇരടെ കാണാൻ വേണ്ടിയിട്ട്. സോ കമോൺ, നമുക്ക് വിളിക്കാം. പുട്ടാ, ആ വന്നോ? അയ്യോ സോറി. ബ്ലാക്ക് ആക്കിയയാള് സെറ്റ് കൊള്ളാമോ? എന്റെ പുതിയ സംഭവം ഇയർ കഫ്, ഹാൻഡ് കഫ് ആണ്. ഇയർ കഫ് എങ്ങനെയുണ്ട്? അച്ഛൻ നിൽക്കുന്നുണ്ട്. എവിടെ നിന്നല്ലേ ടിഷ്യൂ പേപ്പർ കൊണ്ട് എടുത്തേക്കണ? ഓക്കെ, താങ്ക് യു. ഇയാളൊരു ബ്ലൂ ഷർട്ട് ഇടണം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇല്ല, സംഭവം ഞാൻ 2-3 ഷർട്ടൊക്കെ ഇട്ട് നോക്കി. എന്നിട്ട് ഇയാൾ എന്നെ കടന്നു പറഞ്ഞില്ല ഞാൻ ലേറ്റ് ആവണം. അതുകൊണ്ട് പിന്നെ അവസാനം പിന്നെ ബ്ലാക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ഡേറ്റിന് ഞാൻ കുറെ കഴിക്കാനാണ് പോണത്. ഞാൻ അതിലാണ് എക്സൈറ്റ്മെന്റ്, എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. ഡേറ്റ് എന്നറിയാമോ? എന്നിട്ടാണ് ഡേറ്റിന് ഇയാളെ ബ്ലർ ചെയ്തോളെ അങ്ങ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പോവാൻ പറഞ്ഞു. താഴെ പോയി എൻ്റെ അമ്മച്ചിയൊക്കെ എക്സ്പ്രഷൻ നോക്കട്ടെ. ഡേറ്റിനാണ്. അപ്പം അമ്മൂമ്മ ചെയ്യുന്നുണ്ട്, അതെന്താ റെഡി അവള് പറയണ ഡേറ്റിന്. അപ്പം അമ്മ പറഞ്ഞു ഏതാ തീയതിക്ക് എവിടെ പോകണമെന്ന്. ഇന്നലെ പോലെ പറഞ്ഞു ഞങ്ങൾ നാളെ ഡേറ്റിന് പോവാ. ഞാൻ നാളെ അപ്പോൾ ഒരു ഡേറ്റിന് പോവാം. ഞാൻ ഇന്നലെ പോലെ ഇവിടെ ഇരുന്ന് പറയാണ് വാ പോവാ. കൊള്ളാമോ? അയ്യോ, ഇത് സാരി അല്ല. ഓ മാളു ആളുമില്ല. എവിടെ പോയി? ഇത്തിരി നേരത്തെ ചോറുണ്ടപ്പോഴേ പെണ്ണുപിള്ളേന്റെ കൂടെ ഉണ്ടായിരുന്നു. മാലിനെ കാണിക്കാൻ ഞാൻ ഡേറ്റിന് പോണേ. ബൈ. അയ്യോ, ഞാൻ ഡേറ്റിന് പോണേ. നാട്ടുകാര് പോണേ ഡേറ്റിന്. ഡേറ്റിന് അതങ്ങനെ പറയണേ എന്ന് വെച്ചാൽ ഞാനും ഒപ്പം കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒറ്റയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഇഷ്ടം ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരിക്കും. ബൈ ബൈ ബൈ. അമ്മ ഡേറ്റിന് പോണേ. ബൈ. കമ്മലാന്ന് ഊരിട്ടുണ്ട് ഇതുവരെ വച്ചില്ലേടി? ഇല്ല, കമ്മല് ക്ലീൻ ആക്കിയില്ല ഇതുവരെ. അച്ഛ ഇരിക്കണുണ്ട്. അച്ഛ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ആരിരുന്നാലും സൈഡിൽ ഇങ്ങനെ ഇരിക്കും. അച്ചൂട്ടി, അച്ചൂട്ടി, അമ്മ ഡേറ്റിന് പോകണം. ബൈ. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. എൻ്റെ അച്ഛനെ കളിപ്പിക്കാനത് എന്തൊരു റോസ് വാട്ടർ സ്മെല്ലാ അവള്. അച്ചൂട്ടി റോസ് വാട്ടർ സ്മെല്ലാണോ അച്ചൂട്ടി? സുന്ദരിയേ, സുന്ദരി അമ്മ. സുന്ദരി പെണ്ണെവിടെ? സുന്ദരി എന്ന് വിളിച്ചാൽ അവൾ ഇവിടെ എന്നാലും ഓടിക്കൊണ്ട് വരും. അച്ചു എന്ന് വിളിച്ചാലും വരും. സുന്ദരി എന്ന് പറഞ്ഞാൽ വേറൊരു ഉണ്ടായിരുന്നു പട്ടി. അത് നാട്ടിലൊക്കെ ഉള്ള എല്ലാ വീട്ടിലും പോണം. അപ്പൊ അവള് സുന്ദരിയാണ്. അപ്പൊ സുന്ദരി എന്ന് പറയുമ്പോൾ അച്ഛനും ഭയങ്കര ഇതാണ്. അപ്പൊ അച്ഛനെ തന്നെ വിളിക്കുന്ന പേരാണ് സുന്ദരി. എന്നെ പോലെയാണ്, സ്വയംഭു കഴിച്ച മോളാണ്. നമ്മൾ ഭയങ്കര സെൽഫ് ലവ് കോറാണ്, അൾട്ടിമേറ്റ് സെൽഫ് ലവ് ആണ്. ഇതൊക്കെ തുറന്നു തരണം ഡേറ്റിന് പോകുമ്പോഴത്തേക്ക്. പോവാം. റെഡി? Yeah, I'm ready. അമ്മ, ഇത് കണ്ട എൻ്റെ ഒരു ഹാൻഡ് കഫ് ഞാൻ മോയിച്ച് വെച്ച് ഇയാൾ അതിനെ തൊലച്ചതല്ല, ശരിയാക്കാൻ ഉണ്ടാ. എന്നിട്ട് ഞാൻ അബിയുടെ അടുത്ത് പറഞ്ഞടാ, അബി ഒന്ന് ശരിയാക്കി താടാ, എനിക്ക് ഞാൻ ആഗ്രഹിച്ച് മോയിച്ച് വാങ്ങിച്ചാൽ നോക്കിയപ്പോ അബി 2 കയ്യിലൂടെ ആമ്പിളിയെന്നും പറഞ്ഞ് ഇതിടാൻ പറ്റും. പോയിട്ട് വരാം അമ്മ, പോയിച്ചും വരാം. ഓക്കെ, അപ്പൊ നമ്മളിതാ പോവാണ്. എനിക്ക് കട്ട കൊതി, എനിക്ക് ആഹാരം തിന്നാൻ വേണ്ടിട്ട്. എവിടെ പോണാ? ഭൂമി കഫേ. എനിക്കറിയാം. കാരണം വെച്ചാല് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ച് അമ്പിളി 2-3 കഫേ പറഞ്ഞു തരൂ, ഏതൊക്കെ നല്ല കൊള്ളാന്നുള്ള കഫേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ വർക്കലയില് ഇന്ത്യ കഫേ എന്ന് പറഞ്ഞൊരു കഫേ ഉണ്ട്. അത് ഞാനും ഫാമിലിയായിട്ട് പോയി വെള്ളത്തോട്ട് വന്നേ. ഞാനും ഇത് അക്കു, അബി, മാളു, ഞാനും മീനും ഒക്കെ ആയിട്ട് പോയിരുന്നു.
ആ സമയത്ത് അപ്പോഴത്തേക്ക് അപ്പു പോയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് വർക്കല പോവാന്നാണ് ഞാൻ വർക്കല ഇന്ത്യ കഫേല. അപ്പോഴത്തേക്ക് അപ്പു പറഞ്ഞ് ഭൂമി ഞാൻ കൊടുത്ത ഓപ്ഷൻസിൽ വെച്ചാൽ അറിയാന്നുള്ള ചോദിച്ചു. ഞാൻ പോയിട്ടൊന്നുമില്ല, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അപ്പം ഞങ്ങള് ഭൂമിയിലാണെന്ന് പോണത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നീ എന്താണ് ഈ ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുറത്തൊക്കെ പോയിട്ട് അത് മാത്രമല്ല, നമ്മൾ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. നമുക്കിപ്പം നമ്മളേതായിട്ട് സമയം കിട്ടിയിട്ടില്ല കുറെ ദിവസം കൊണ്ട്. ഞാൻ വിചാരിച്ച് അതുകൊണ്ടാണല്ലേ. ഞാൻ വിചാരിച്ചു ആക്ച്വലി ഡേറ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ടൈം ആണ് അവര് പരസ്പരം സ്പെൻഡ് ചെയ്യാൻ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വെറൈറ്റി ഫുഡ്, ചോറും ചമ്മന്തി മന്തി ഒന്നും അല്ലാതെ. ഓ പൊന്നെ, ഞാൻ സത്യം അങ്ങ് പറയട്ട്. ഓഫ് കോഴ്സ് ക്വാളിറ്റി ടൈം ഉണ്ട് പൂട്ടാ, പക്ഷെ എന്നാലും നല്ല വായിക്ക് രുചിയുള്ള ആഹാരം കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് കണ്ണോട് കണ്ണ് നോക്കിയിരുന്ന് കുറെ സംസാരിച്ച് എനിക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് കുറെ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു അവിടെ. എങ്ങനെ? എനിക്ക് ഏറ്റവും സന്തോഷം എന്താ പറഞ്ഞാൽ ലാസ്റ്റ് മീനാക്ഷിയുടെ കല്യാണ റിസപ്ഷൻ ആണ് ഞാൻ ലാസ്റ്റ് ഭയങ്കരമായിട്ട് ഒരുങ്ങിയത്. എന്ന് വെച്ചാൽ കളർ കറക്ടർ, ഫൗണ്ടേഷൻ, ബ്ലഷ്, പൗഡർ സെറ്റൊക്കെ ചെയ്തിട്ട്. പക്ഷെ അതിനുശേഷം ഇന്നാണ് ഞാൻ ഇങ്ങനെ ഒരുങ്ങണം. അപ്പൊ ഇന്ന് ഞാൻ ഭയങ്കര പ്രീമിയം പ്രോഡക്ട്സ് ഇട്ടാണ് ഒരുങ്ങിയത്. വേറൊന്നുമില്ല, എനിക്ക് ഇത് ഭയങ്കര ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്. എന്നെ ഒരാള് ഞാൻ അങ്ങോട്ട് വിളിക്കാതെ അയാൾ തന്നെ എഫേർട്ട് ഇട്ട് നമുക്കൊരു ഡേറ്റിന് പോവാന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമൊക്കെ ബുക്ക് ചെയ്ത്, അത് ഞാൻ ഒരു ആഗ്രഹിച്ച കാര്യമാണ്. എന്നെ ഇങ്ങനെ ഒരാൾ കൊണ്ടുപോകുന്നത്. സോ അപ്പൊ എനിക്കിത് ഭയങ്കര സ്പെഷ്യലാണ്. ഓക്കെ, താങ്ക് യു ഫോർ ദ എന്തിനാ സംഭവം. ഓക്കെ, അപ്പൊ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. നമ്മളെ ഇവിടെ എത്തിയായിരുന്നു എൻ്റെ മുടിയൊക്കെ തിരുന്ന്. അയ്യോ എന്താ അടിപൊളിയെന്നറിയോ ഇവിടെ കാണാൻ. ഓ ഞാൻ ഫസ്റ്റ് ടൈമാണ്. താങ്ക് യു സോ മച്ച്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി ഗൈസ്. ആ വെള്ളത്തിൽ എൻ്റെ ഫേസിന്റെ റിഫ്ലക്ഷൻ കണ്ടാ. ആക്ച്വലി അടിപൊളി സ്ഥലം കേട്ടാ. മണക്കണ ഭയങ്കര കുമിഞ്ചത്തിന്റെ മണം. ആൻഡ് ഇതുണ്ടല്ല ഭയങ്കര ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലം. പിന്നെ ഞങ്ങൾ കഴിക്കുക ഫുഡൊക്കെ പറഞ്ഞേ. ഞങ്ങൾ പറഞ്ഞത് മലബാറി ലാം ബ്രോത്ത്, വേറെ ഒന്നുമല്ല നമ്മളെ മട്ടൺ സൂപ്പ്. അവർ കുറച്ച് ഇതാക്കിയെന്ന് തോന്നുന്നു, കുറച്ച് മോഡിഫൈ ചെയ്ത്. അങ്ങനെ കുറച്ച് ഫുഡൊക്കെ പറഞ്ഞ് സാലഡൊക്കെ പറഞ്ഞ്. സോ അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കൊന്ന് കുഞ്ചം പോച്ചോണ്ട് ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് കാണിച്ചു തരാം. ഇതുവഴി വരുമെന്ന് എൻ്റെ ഒരു വിശ്വാസം. വരണം കുമിഞ്ഞം പോച്ചോണ്ട് ഒരു ചേട്ടൻ വരണം. ഇത് തന്നെ അടിപൊളി, സൂപ്പർ. അപ്പൊ നമുക്ക് ഫുഡ് വന്നിട്ട് കാണാം. ഞാൻ അപ്പുന്റെ റിവ്യൂ ചോദിക്കട്ടെ. അപ്പൊ ഫസ്റ്റ് ടൈം, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ. അപ്പോട്ട് എങ്ങനെയുണ്ട്? ഇതെന്താ മൂൺലൈറ്റ് ആണല്ലേ? എങ്ങനെയുണ്ട് പിന്നെ? എങ്ങനെയുണ്ടെന്ന് അതിന്റെ ഇന്റീരിയർ തന്നെ അടിപൊളി, സൂപ്പർ, നല്ല സെറ്റപ്പ് ആണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. Oh, thank you. Thank you so much. കച്ചേട്ടാ, താങ്ക് യു സോ മച്ച്. കച്ചേട്ടാ, അപ്പോട്ടോ താങ്ക് യു. കുറച്ച് മതി ഒന്നെ. ഇത് അൺഎക്സ്പെക്ടഡ് കേട്ടോ. അങ്ങനെയുണ്ട്. പറയാ ഇല്ല, ഞാൻ ഇത് പൊന്നെ ഞാൻ ഇത് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഓ ഇതായിരുന്നു തനിക്ക് ഇത്രയും ടെൻഷൻ? അമ്മ ഞാൻ കരഞ്ഞു മെഴുകി. ആൾക്കാരൊക്കെ എന്നെ കണ്ടിട്ട് ചിരിച്ചു മരിക്കുമെന്തോ. അപ്പോ സൂപ്പർ അപ്പൂട്ടാ. ഞാൻ ജസ്റ്റ് കാണിച്ചു. അമ്മ എനിക്കിത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഹാപ്പി ബർത്ത്ഡേ അമ്പലി. പൊന്നെ താങ്ക് യു. എങ്ങനെ സർപ്രൈസ് ആയ? ഞാൻ ഭയങ്കര സർപ്രൈസായി. ഞാൻ കേക്ക് കഴിക്കൂലല്ല, പക്ഷെ ഇന്ന് ഞാൻ കഴിക്കും കേട്ടാ. ഞാൻ ഭയങ്കര സന്തോഷായി. എനിക്ക് ആദ്യം കേക്ക്, അയ്യോ ഞാൻ സിനിമ കണക്ക് തോന്നുന്നു. എനിക്കിപ്പോ അവരൊക്കെ കൈയടിക്കണം.
അപ്പൂട്ടാ താങ്ക് യു. ബ്ലൂബെറി ചീസ് കേക്ക് ഞാൻ എന്തിനാ അതുകൊണ്ട് കട്ട് ചെയ്ത് സ്പൂണുണ്ടെന്ന് എനിക്ക് ഇതായിപ്പോയി. ഞാൻ പൊന്നെ ഇത് സൂപ്പർ. പൊന്നെ ഇത് ഇതാ കഴിച്ചു നോക്ക്. അപ്പോ ഇത് ഭയങ്കര സ്പെഷ്യല്. എനിക്കിതെങ്ങനെ പറയണോന്ന് അറിഞ്ഞൂടാ. താങ്ക് യു സോ മച്ച് ഫോർ പറയാൻ എനിക്ക് വാക്കില്ല. എനിക്ക് സിനിമ എന്താണെങ്കിൽ ഏതോ സിനിമയിലിരിക്കണമെങ്കിൽ എനിക്ക് കുറച്ച് സമയം എടുക്കും ഇത് ടൈമിന് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര സന്തോഷമായി. താങ്ക് യു സോ മച്ച് ലവ്. ഇതിന് ചപ്പോട്ട് എടുത്ത് ഓർഡർ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോട്ടാ കേക്ക് വേണോന്ന്. പക്ഷെ ഇന്നല്ല എൻ്റെ ബർത്ത്ഡേ. അത് പിന്നെ കറക്റ്റ് സമയത്ത് എന്തോ സർപ്രൈസ്. ഓ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഭയങ്കര സിനിമാറ്റിക് ആയിട്ട് തോന്നുന്നു. ടെൻഷൻ അടിക്കല്ലേ. ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ കടിച്ച് പറിച്ചതിന് ഞാൻ ഗൈസ് ഇതാണ് അവരുടെ മലബാറി ലാംബ്രോത്ത്. ഞാൻ നോക്കിയപ്പോൾ ആൾക്കാരൊക്കെ എന്നെ തന്നെ നോക്കണം. ഞാൻ കള്ളലക്ഷണത്തിൽ എണീക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെയെന്ന് എന്റെ മൈൻഡ് സ്റ്റക്ക് ആയിപ്പോയി. ഇതിപ്പം പ്ലാൻ ചെയ്ത ഇതിനാണല്ലേ തന്നെ മീനാക്ഷിയെന്ന് വിളിച്ചത്. ഞാന് ഉത്തരവുള്ള ലാംബ്രോത്തൂടെ കഴിക്കട്ടെ. ഗൈസ് നമ്മൾ ഓർഡർ ചെയ്തതാണ് കോണിൻ്റെ എന്തോ സാലഡാണ്. ഇത് അപ്പൂൻ്റെ ഒരു ടിക്ക. ഇത് ഇവിടുത്തെ ബെറി ചൈഡ്. ഇത് വെർജിൻ പിനക്കൊളാട. ഞാൻ ഓർഡർ ചെയ്തതാണ് എന്തോ ക്ലാസിക് അഴബ്രിച്ച എന്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ ഗൈസ് ഞങ്ങളിതാ കഴിച്ചിട്ട് ഇറങ്ങി. സീരിയസ് ആയിട്ട് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ഇതായിപ്പോയി. എന്തോ പറയുന്ന ഇങ്ങനെ ഇപ്പോഴും ഞാൻ കോരിത്തരിച്ച്. സത്യം നന്ദി അപ്പു. താങ്ക് യു സോ മച്ച്. കാരണം എന്താണെന്നറിയോ എനിക്കങ്ങനെ എനിക്ക് ഭയങ്കര സിനിമ പോലെ അമ്മയാണ് ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ റെസ്റ്റോറൻറ്റിലൊക്കെ വെച്ച് ഇങ്ങനെ ബർത്ത്ഡേ പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പം ഞാൻ കേക്ക് കൊണ്ടുവന്ന് ഞാൻ മീനാക്ഷിയാണ് അതിന് ഡ്രസ്സ് ഇട്ട് വേറെ ഡ്രസ്സൊക്കെ ഇട്ട് വരണേ. കാരണം ഇവരൊക്കെയാണ് വിശ്വസിക്കാൻ പറ്റൂല. കാരണം അപ്പു നമ്മൾ അവിടെ എത്തിയത് മീനു എത്താറായതും മീനു അപ്പൂനെ വിളിച്ചു. അപ്പം ഞാൻ ചോദിച്ചു അവൾ എന്താണ് വിളിച്ചത് എന്തിരുന്നു. കാരണം എൻ്റെ ബർത്ത്ഡേ ഇതിപ്പോൾ വേറെ വ്ളോഗായി. ബർത്ത്ഡേ വ്ളോഗ് ഞാൻ ഡേറ്റും വ്ളോഗെന്ന് പറഞ്ഞിറങ്ങിയാണ്. ആക്ച്വലി ഇവിടെ വയ്ക്കാൻ എനിക്ക് കുറേ പറയാനുണ്ട്. ആക്ച്വലി എൻ്റെ ബർത്ത്ഡേ വന്നിട്ട് 20 ആണ്. അപ്പം ഞാൻ വെച്ച് 18, 19, 17 ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഇതൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തതാണ്. സംഭവം വേറൊന്നുമല്ല. എനിക്ക് 20 തന്നെ അല്ല 22 ഇല്ല എന്റെ കിളി പറഞ്ഞത് 22 22-ാം തീയതി 10-ാം തീയതി. ഇപ്പം എനിക്കത് എക്സ്പെക്ട് ഇല്ല. പിന്നെ ഞാൻ കൂടെ എല്ലായിടത്തൊക്കെ ചോദിക്കാന് ബർത്ത്ഡേക്ക് എന്തൊരു പരിപാടി എന്ന് ഞാൻ ചോദിക്കില്ല. കാരണം വെച്ചാൽ ഇയാൾക്ക് എൻ്റെ ബർത്ത്ഡേ ആവാറായപ്പോഴേക്ക് സമാധാനം ഇല്ല. ഇയാൾ രാത്രി കിടന്നിട്ട് ഇയാൾ ഭയങ്കര ഉണ്ടാക്കുക. അപ്പം ഞാൻ വിചാരിച്ച് ഇയാൾ അവിടെ എഡിറ്റ് ചെയ്യണേ. രവര ഗ്രൂപ്പ് ആ എഡിറ്റിങ്ങിൽ എന്തിനാ ആരോ കൊടുത്ത ക്ലിപ്പൊക്കെ അവരെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് എൻ്റെ മൈൻഡിലായിരുന്നു. ഞാൻ ചോദിച്ചു എന്താ ഇത്ര ടെൻഷൻ, ക്ലിപ്പ് വല്ലതും പോയാ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ച. പക്ഷെ ഇതെനിക്ക് എന്തെന്നറിയോ ഇതിങ്ങനെ എനിക്ക് ഭയങ്കര പ്രത്യേകിച്ച് ആ ആംബിയൻസ്, ആ വൈബ്, പിന്നെ അവരുടെയൊക്കെ ഔട്ട്ഫിറ്റിന്റെ കളർ, ഒരു ബേജും പേസ്റ്റൽ ഒരു ക്രീം എല്ലാം കൂടെ. പിന്നെ ഭയങ്കര പാരീസ് വൈബ്. എന്താണെന്ന് എനിക്ക് ഈ ഡ്രസ്സൊക്കെ ഇട്ടപ്പോഴേ എനിക്ക് ഈ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ രാജ്യത്ത് എനിക്ക് കുറച്ചു നേരം ഇരിക്കണം. എന്റെ കണ്ണീനൊക്കെ വേണം. ഞാൻ കരഞ്ഞ്. സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ അവരപ്പം എങ്ങനെ വരുമെന്ന് നോക്കാം. മറ്റേ റെഡ് ലൈറ്റ് ഇട്ടല്ലേ. അപ്പൊ ലൈറ്റ് ആയിരിക്കും. അപ്പൊ എന്താണെന്ന് അറിയാമോ ഹാപ്പി ബർത്ത്ഡേ പാട്ടുണ്ട്. അപ്പൊ ഞാൻ അപ്പൂട്ടന്റെ ബാക്കിലോട്ട് എത്തി വെക്കണം. അവിടെ ആരെങ്കിലും ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരിക്കും. എന്റെ മൈൻഡിൽ പോണി ഇനി ആരെങ്കിലും ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ വെച്ച് നടത്താം. ഞാൻ നോക്കിയപ്പോഴത്തേക്കും അപ്പൊ എന്റെ ഫോണും പിടിച്ച് വെച്ചിട്ട് ഇത് കിടിയ നോക്കിയപ്പോ ചേട്ടൻ കേക്കൊക്കെ. എനിക്കും ബർത്ത്ഡേ ഇത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. അവസാനം ഞാൻ അപ്പൊ എനിക്ക് ഭയങ്കര ഇതായി. എനിക്ക് സത്യം ഭയങ്കര സിനിമ. അപ്പൊ ഞാൻ സീരിയസ്ലി അമ്മയാണ് ദൈവങ്ങളാണ്. ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആരെങ്കിലും ഒക്കെ നോക്കിയപ്പോ എനിക്ക് ഏറ്റവും സന്തോഷം അവരൊക്കെ പാട്ട് പാടുന്ന എന്റെ മുഖത്തേക്ക് കൈ. ഞാൻ എന്റെ സത്യത്തിൽ എന്റെ ഉള്ളിലുള്ള 6 വയസ്സുകാരി 7 വയസ്സുകാരിയൊക്കെ അങ്ങ് പുറത്ത് വന്ന് സന്തോഷിച്ചിട്ട് അങ്ങ് അകത്തേറിപ്പോയപ്പോൾ ഭയങ്കര സന്തോഷം. എനിക്ക് അങ്ങനെ വേണമെന്നുണ്ട്. എനിക്കറിയാം ഇപ്പൊ ചിലർക്ക് ഇത് ഇതൊക്കെ എന്തോന്നു തോന്നുമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കിതൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്റെ ഹെയർ സ്റ്റൈല് സന്തോഷമായോണ്ട് വേറൊരു സാധനം കൂടി ഞാൻ തരാൻ പോകുന്നു. എന്തൊരു വെച്ചിരുന്നു ചുമ്മാ
എത്ര ദിവസത്തെ പ്രയത്നം എന്നറിയാമോ ഈ ബർത്ത്. പിന്നെ കാറിന്റെ അടിയിൽ എന്നെ വെച്ചിരുന്നാ എന്നല്ല സാധനമൊക്കെ നേരത്തെ വാങ്ങിച്ചു വെച്ചിരുന്നു. ഗിഫ്റ്റാ ഇത്രയും പൊഞ്ഞിട്ട് നോക്കോ. ഇതാണല്ലേ പറഞ്ഞ നമുക്ക് എവിടെയെങ്കിലും സമാധാനായിട്ട് പോയി നിന്ന് വീഡിയോ എടുക്കാന്ന്. അയ്യോ എനിക്കിത് വിശ്വസിക്കാൻ വയ്യ ഗൈസ്. ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അയ്യോ എനിക്ക് ചിരി വരുമൊന്നും എനിക്ക് നാണം വരുന്നു. അപ്പനോ എന്റെ അവിടെ ഇത് കൊള്ളാടാ. എടാ നല്ല ഹായ്. ഞാനും അമ്പളി ഇത് നമുക്ക് എന്ത് രാത്രി കറണ്ടൊക്കെ എടാ നല്ലതാടാ, നല്ല രസമാണ് കഴിച്ച്. നോക്ക് ബലൂണൊക്കെ ഉണ്ട്. സോ മച്ച് കൊള്ളാം. എനിക്ക് പ്രേമിക്കാൻ എനക്ക് തോന്നുന്നു. പക്ഷെ കോളേജിലൊക്കെ എനിക്ക് നാണം വരണം. എനിക്ക് 27 വയസ്സായി, ഞാൻ മുതുക്കിയായി. അപ്പോട്ടോ ലിപ്പിലൊക്കെ ലിപ് കിസ് ചെയ്യണം കേട്ടോ അവര് തന്നെ പോലെ തന്നെ. താങ്ക് യു. എനിക്ക് നാണം വരണം. എനിക്ക് ഭയങ്കര നാണമാണ്. അയ്യോ ഞാൻ ഒരു പേടി കേസ് ഇത് ഓവറാണെന്നൊക്കെ തോന്നുന്നത് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഇങ്ങനെ അഭിപ്രായം എനിക്ക് അവരൊക്കെ എല്ലാവരും നോക്കിയപ്പോ ഞങ്ങളെ വിളിച്ചോണ്ട് സീറ്റ് ഇരുത്തിയ ചേച്ചി എന്റെ മുഖത്തേക്ക് ഹാപ്പി. അപ്പൊ ഈ സിനിമ പോലെ അപ്പൊ ഇതെല്ലാം കൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ വാങ്ങിച്ചു. താങ്ക് യു സോ മച്ച്. എൻ്റെ വയറ്റിലെ കൊച്ചെണീറ്റ് ഇത് കണ്ടത് ഒരു ലെയർ കുറെ. താങ്ക് യു പറഞ്ഞ താങ്ക് യു അമ്പളി താങ്ക് യു പറഞ്ഞു. ഞാനും താങ്ക് യു പറയാം. താങ്ക് യു. ഭയങ്കര സന്തോഷം. എനിക്ക് എല്ലാം കൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം എനിക്ക് നീ എടുത്ത എഫേർട്ട്, എനിക്ക് എന്തിനേക്കാളും എനിക്ക് ആ എഫേർട്ട് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് എഫേർട്ടിലാണ് സന്തോഷം. എനിക്ക് ഇപ്പോഴും എനിക്ക് ഭയങ്കര തപ്പും. എനിക്ക് അറിഞ്ഞൂടെ എല്ലാവരും എൻ്റെ മുഖത്തേക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് പാടി റെഡ് ലൈറ്റൊക്കെ കത്തി. അപ്പം എല്ലാവരും എന്നെ തന്നെ നോക്കണുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ കരഞ്ഞു മെഴുകി. എനിക്ക് എങ്ങനെ കേക്ക് മുറിക്കണമെന്ന് തന്നെ. എന്നിട്ട് എന്തിട്ടെന്നറിയാമോ, ഊതി അണച്ചിട്ടില്ലേ കേക്ക് കെട്ടിയാളെ. ഞാൻ കേക്ക് കട്ട് ചെയ്ത് പീസ് കൈ എടുത്തിട്ട് ഊതണിരുന്നു. കാരണം എന്റെ കിളി പോയി. അതെനിക്ക് മനസ്സിലായി. എന്റെ കണ്ണി പിന്നെ നിന്റെ കിളി പോയി. അപ്പൊ എന്റെ കിളിയാ. എനിക്ക് ഒന്നും അറിഞ്ഞൂടാണ് ഞാൻ അവിടെ പോയിരിക്കുന്നത്. ഓൾറെഡി സംഭവം പറഞ്ഞിരുന്നത് എങ്ങനെയാന്ന് അറിയാമോ, ലാസ്റ്റ് കൊണ്ടുവരാനായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഞാനും ഇങ്ങനെയാണ് പ്രതീക്ഷ. കാരണം അപ്പം ലാസ്റ്റ് ആകുമ്പോ നമ്മൾ കഴിച്ചിട്ട് എണീറ്റ് പോകുമല്ലോ. അപ്പൊ പിന്നീട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ ചെയ്യാന്ന്. പക്ഷെ അവരങ്ങനെ തന്നെ കൊണ്ടുപോകാം ആ സമയത്ത്. അതായത് നമ്മള് ഫുഡിന്റെ ഓർഡർ എടുത്തിട്ട് പോയിട്ട് ആ ഒരു ഗ്യാപ്പിൽ കൊണ്ടുപോകാം. ഓക്കെ അല്ലേ? അതിനിടയ്ക്ക് സംഭവം നമ്മളടുത്ത് ചോദിക്കുകയും ചെയ്ത് ഡെസേർട്ട് എന്തോന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ ചോദിക്കണേടാ ചീസ് കേക്ക് വേണോടാ. അപ്പൊ അപ്പ പറയാണ് ഇല്ല വേണ്ട, ഞാൻ കേക്ക് കഴിക്കാറില്ല കഴിച്ച്. ഞാൻ ഷുഗർ എടുത്തിട്ട് ഞാൻ 2023 ലാസ്റ്റ് ഞാൻ ഷുഗർ കഴിക്കണത്. മീൻസ് വല്ലപ്പോഴും എന്തെങ്കിലും കൊഴുക്കട്ടയാ അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ഞാൻ ഷുഗർ ഇങ്ങനത്തെ സാധനങ്ങൾ കേക്ക് കഴിച്ചിട്ട് ഞാൻ ഒത്തിരി വർഷം 2023 ഞാൻ കഴിക്കല്ല. ഇന്ന് കഴിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര സ്പെഷ്യലായി. താങ്ക് യു സോ മച്ച്. ബ്യൂട്ടി പോയിന്റ് പോയി ആ പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ ഭയങ്കര സംസാരിക്കണം. അമ്മേൻ്റെ അടുത്തൊക്കെ എല്ലാ കൊണ്ടും പണിയതും കൊള്ളാം. താങ്ക് യു. ചുണ്ടിലെന്താ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഞാനും താങ്ക് യു പറയാം. ബൈ. എൻ്റെ ഫാഷനൊക്കെ പോയി ഞാൻ വരണ വഴിക്ക് ഇരുന്നുറങ്ങി. എൻ്റെ വയറുണ്ട്. അച്ചുട്ടി അമ്മ ഡേറ്റിന് പോയിരുന്നു. അമ്മ ഇങ്ങോട്ട് വരി, ഞാൻ വിശേഷങ്ങളൊക്കെ പറയട്ടെ. ആ ചക്ക അവിച്ചമ്മ. ഇച്ചിരി ചക്ക അവിച്ച് തരി. അല്ല മണം അടിച്ചപ്പം കൊള്ളാം. ഇല്ലേ ഇല്ല ഞാൻ ഇപ്പൊ ഇറങ്ങിപ്പോവും. ഓ ഇത് കണ്ട കണ്ണു വയ്ക്കരുത്. ഇനി അവിടെ ചക്ക അത്രയല്ല പെട്ടെന്ന് വന്നത്. പെട്ടെന്നായി പോയാ അപ്പൂട്ട. അല്ല അല്ലെങ്കിൽ നിങ്ങൾ വെളുക്ക വീടെത്തുന്ന ആൾക്കാരല്ലേ? അല്ല അപ്പൂട്ട വേണം അച്ചടക്കത്തോടെ ജീവിക്കണം. അതെന്തോന്നല്ലടി ഇന്ന് മുതല്. ഞാനിപ്പോ ഇത്ര നേരത്തെ വന്നത് അത് എന്നാ കേട്ടല്ലേ? അയ്യോ നേരത്തെ വന്നതിനെ കുറ്റം കേളി. എന്തായിരുന്നേ അവിടെ പോയിരുന്ന് ഫുഡ് കഴിക്കായിരുന്നേ.
എനിക്ക് പപ്പുവിൻ്റെ തലയുടെ സൈഡിൽ ഒരു ചുവന്ന ലൈറ്റ്. അപ്പം ഞാൻ എന്താ അപ്പോൾ അത് മൂഡിലേക്ക് നോക്കിയപ്പോൾ എല്ലാവരും കൂടെ പാട്ടൊക്കെ പാടി ഹാപ്പി ബർത്ത്ഡേ പാടി. ആർക്ക്? എനിക്ക് വേറെ ആര്? അവിടെ നിന്ന് ആൾക്കാരൊക്കെ സ്റ്റാഫുകളൊക്കെ അപ്പം വിളിച്ച് ബുക്ക് ചെയ്ത് കേക്കൊക്കെ മുറിച്ച് ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നാ? അങ്ങനെയായിരുന്നു. അതേനെ അപ്പൊ സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോയതല്ലേ? എന്നിട്ട് ഉറക്കം പറ്റിയപ്പോൾ എനിക്കിപ്പോൾ സ്വപ്നമാണ്. അത് ഉറങ്ങുകയും ചെയ്താ? ഓ വയറൂത്തപ്പോൾ ഉറങ്ങിപ്പോയി. ഓ ഞാൻ എണീറ്റ് എങ്ങനെ ഇയാൾ ഒടുക്കത്തൊരു പാട്ട് ഇയാൾ പറഞ്ഞു ഇയാൾ യേശുദാസ് തൊണ്ടയ്ക്കകത്ത് പാറ വെച്ചാണൊക്കെ ഒരു പാട്ട്. അവൻ ഒക്കുമ്പോഴാ പാടണ്ട പറ്റുമ്പോൾ അത് നീ ആസ്വദിക്കണം. ഇതാര് ഇത് കുറുക്കുറെ വേണോ? കുറുക്കുറെ വേണോ? ഗൈസ് ഇതാണ് നമ്മളെ കുഞ്ഞി പെണ്ണ്. ഷീസ് അമ്മ റൈറ്റ് നൗ. അച്ചുടി നിങ്ങളെ മോളെവിടെ? ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ മാറിനെ കാണിച്ചില്ല. എൻ്റെ ഈ ഹാൾട്ടർ നെക്ക് ഡ്രസ് അവരിറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഡേറ്റ് എന്തരാന്ന്. ഡേറ്റ് ഇന്ന് 10. അമ്മ ഞാൻ ജനിച്ച ദിവസം ഒന്നമ്മ ജൂൺ 22. ആ ഗൈസ് ഞാൻ 20 വീഡിയോയിൽ പറഞ്ഞത്. ഞാൻ 22 എൻ്റെ മറന്നു. അമ്മൂമ്മയാണ് ഗൈസ്. അവരിങ്ങനെ നോൺ സ്റ്റോപ്പ് കൊണ്ടാട്ടമാണ്. ഞാനേ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ എന്തിനാന്ന് ഉറങ്ങാന്ന് പോവാന്ന്. ഈ സ്ത്രീക്ക് ഇവര് അമ്മയെ അമ്മാമ അയ്യ അവളെ ബർത്ത്ഡേ അവര് അഡ്വാൻസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണത്. നേരത്തെ കൂട്ടി ആഘോഷിക്കണം, അത്രേ ഉള്ളൂ. എന്നൊരു ഡേറ്റിന് പോലും പോയിട്ടില്ല. പക്ഷെ എൻ്റെ മുഖത്തേക്ക് അവരൊക്കെ പുച്ഛിക്കുന്നു. അമ്മ അതായത് എൻ്റെ അമ്മ അവരെൻ്റെ അടുത്ത് ഇങ്ങനെ അതെന്തരടി ഡേറ്റ്, അതെന്തൊരു പെണ്ണേ ഡേറ്റ്. ഇന്നത്തെ ഡേറ്റ് 10. ഗായ്സ് അപ്പം ഇന്നലെ നമ്മൾ സർപ്രൈസ് ചെറിയ രീതിയിലൊന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നാണ് വലുതായിട്ട് സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ഇത് മീനാക്ഷി, ഹരിത, മാളു, ഹുസൈൻ, നന്ദന, രാമിക എല്ലാവരും ഇവിടെ ഉണ്ട്. അക്കു സ്കൂളിൽ പോയി. അഭിവന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ശരിക്കും സർപ്രൈസ്. നമ്മൾ നല്ല ഉറക്കമാണ്. ബാക്കി പരിപാടികൾ നമുക്ക് തുടങ്ങാം. ഗൈസ് അമ്പിളിയുടെ ബർത്ത്ഡേ നമുക്ക് സർപ്രൈസ് എടുത്തിട്ട് വരാം. എനിക്കിത് പാടി കൂടിയ വീട്ടില് അടുക്കളയിൽ മാമി വീണതായിരിക്കും. നമ്മളെ അമ്മൂൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് രഹസ്യമായിട്ട് പ്ലാൻ ചെയ്തു. പക്ഷെ അവർക്ക് മനസ്സിലായി അത് വേറെ കാര്യം. എനിക്ക് എങ്ങനെ മനസ്സിലായി? ഇല്ല അത് നീ മാത്രമേ വരുള്ളൂ വിചാരിച്ചായിരുന്നു. ഓക്കെ നമ്മൾ ബർത്ത്ഡേ ചെയ്യാണ്ട് ബലൂൺ പെരുകിച്ചിരുന്നാണെങ്കിൽ അത് നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചിക്കുള്ള ചേട്ടൻ്റെ ഗിഫ്റ്റാണ്. ഇത് അമ്മൂനുള്ള ചേട്ടൻ്റെ ഗിഫ്റ്റ്. ഇത് അമ്മൂനുള്ള അബിയുടെ ഗിഫ്റ്റ്. അതുകൊണ്ട് ഇനി നമ്മുടെ പ്രിയപ്പെട്ട ഹുസൈൻ എപ്പോ എത്തി? ഞാൻ കുറച്ചേരായതേ ഉള്ളൂ. കുറച്ചേരല്ല, ഞാൻ 8 മണിയായപ്പോൾ എത്തി. ഗോപിയിലെത്തിയില്ല. ഗോപി കളിച്ചു. ഇതൊന്നും അവർ ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല ഞാൻ ചെയ്യണത്. സത്യം. അല്ല അത് ഇങ്ങനെ എന്തെന്നറിയാമോ, അതിങ്ങനെ പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പറക്കാം.
ഈ ചൂട് ബലൂൺ അത്രയും പൊട്ടണെങ്കിൽ Happy birthday to you. Happy birthday to you. Happy birthday to you. എന്റെ വലിയ പെട്ടിത്താ ഇത് സൂപ്പർ. എവിടെയോ വലിയ വെട്ടിയാ അതോ അവിടെ ഉണ്ട് അല്ല, ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു വേറൊരാള് വന്നിരിക്കണം. വിശ്വസിച്ചാറി ഓ, ഞാൻ പല്ല് പാതി തേച്ചിട്ടാണ് വന്നത്. ഇവരുള്ള ആരാണ്? എല്ലാം ഗൂഗിളാണ്. Always with a person. അത് മീനാക്ഷി ചേച്ചി എഴുതാൻ തന്നത് അവള് ആരെല്ലാം കൊടുത്തു വിട്ടു? കൊടുത്തിട്ടേ നന്ദന എഴുതിയത് ഞാൻ പറഞ്ഞു അടുത്തത് അബീഡ സ്കൂളിൽ പോയില്ലേ എങ്ങനെയാണ് പോണത്? എന്റെ ബർത്ത്ഡേ ആയിട്ട് അവന് പോകാൻ പറ്റുമോ? അങ്ങനെ അല്ലേ കിട്ടും. ഇത് അപ്പോട്ട് എഴുതിയതാണ്. താങ്ക് യു ഫോർ കമ്മിങ് ഇൻ ടു മൈ ലൈഫ്. ഇവിടെ എന്റെ അമ്മയുടെ പൊന്നെ സ്റ്റോറി പറയാം വായിച്ചു വാങ്ങിക്കോട്ടെ അഡ്രസ് ഒന്നും ഇല്ല വായിച്ചു വരണം ഇത് ഇതാ അപ്പൂട്ടനാണ്. എന്താ നീയാ മൈ ഫേവറേറ്റ് പേഴ്സൺ. അപ്പൊ ഞാനില്ല. ഹാപ്പി ബർത്ത്ഡേ. അത് ഹുസൈൻ വാ ബ്രെഡൊക്കെ വെച്ച് എഴുതി വല്ല മൂലക്കുട്ടിയെല്ലാം പൊട്ടി. താങ്ക് യു സോ മച്ച്. അപ്പു ചേട്ടൻ സ്കൈ. യെസ് എടി അനാമിക, നിനക്ക് സുഖം തന്നെ? എത്ര നാളെ ഓക്കെ. താങ്ക് യു സോ മച്ച്. ഇനി ആ പൂവൊക്കെ തരൂ. താങ്ക് യു. ഉമ്മതാ ഉമ്മതാ. സ്കൂളിൽ പോകാത്തന്നെ തരാം. എന്റെ ശുക്രമണി, എന്റെ ശുക്രമണിയാണ്. ഓരോ പെണ്ണുങ്ങളും പോയിട്ട് സോ മച്ച്. വിളിക്കട്ടോ ഞാൻ? നിന്റെ കുട്ടൂസം തരാണ്. താങ്ക് യു. ഹുസൈൻ എവിടെ? നിനക്കൊരുമ്മ. റൂമില്ല എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചേക്കണത്? സർപ്രൈസ് അല്ല, എന്റെ അമ്മ പൊളിക്കും. അവരുടെ പറയണ വരുന്നടി ചിരിക്കാൻ വയ്യ. അയ്യോ ഗോപി, ഞാൻ കണ്ടില്ല. ഇത് സൂപ്പർ. നമ്മൾ എപ്പ തൊണ്ട പെരക്കാത്ത ഇരുട്ട് ഇന്നൊരു സ്ഥലത്ത് പോണേ. പപ്പടാന്ന് വിളിച്ച് പോണ്ടേ? സൂപ്പർ. താങ്ക് യു. എന്റെ അടുത്ത് കിടന്നിട്ട് പതിയെ എണീറ്റ് പോയല്ലേ. എല്ലാരെയും വൃത്തികെട്ട മുഖങ്ങൾ എന്റെ അമ്മാമ എനിക്കില്ല. റോസാപ്പൂ അവിടെ നിന്ന് കേട്ടിട്ട് ഗോപിയെ കണ്ടില്ലേ? സൂപ്പർ. ആര് പ്ലാൻ? ഭയങ്കര അടിപൊളി. താങ്ക് യു സോ മച്ച്.
നീ കല്യാണം കഴിഞ്ഞ് പോയിട്ട് നിന്റെ ഒരു വഴി കാണാനില്ല. നീ എവിടെ പോയടി? ഞാൻ വഴി കണ്ടെന്നല്ലോ നീ പോയി പിടി തൂക്കൂലേ. എന്തൊരു കൊടുത്തമ്മ അവർക്ക് ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചേക്കണേ. എനിക്ക് ഭയങ്കര സൂപ്പർ. എനിക്കിത് പറയാറിഞ്ഞൂടാ. കഷ്ടം. എടി ഉറക്കങ്ങളില്ലാതെ വെളുപ്പാങ്ങാലത്തെ വന്നടി എല്ലാരും. ജീൻസോട്ട് കുങ്കുമോട്ട് ഇറങ്ങിയൊക്കെയാണ്. എന്റെ വലിയ കാണോ? കൊറേ ദിവസമായിട്ട് ഇവിടെ ഒരു വലിയ വെട്ടി കെട്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയോ? ഇതൊക്കെ എനിക്കുള്ള ഞാൻ മറ്റേ 6 വയസ്സായ ഞാൻ കോസ്റ്റ്യൂം മാറ്റിക്കൊണ്ട് വന്നേനാ. ഇല്ല, എന്റെ അടുത്ത് പറഞ്ഞു പ്രതീക്ഷിച്ചില്ലേ? എന്റെ ഒരു ഇതുണ്ട്, വർക്ക് ചെയ്യണ ഒരാൾ വന്നിരിക്കണ ഇതൊഴിവായപ്പോ ഇന്നലെ മറ്റേ രാവിലെ എന്തെങ്കിലും പ്രതീക്ഷിച്ചാ? ഇന്നലെ രാവിലെയാ? ഇന്നലെ രാത്രി പ്രതീക്ഷിച്ചു. ഇല്ല. പിന്നെ ഇവര് പറഞ്ഞ കുറെ ഞാൻ കേട്ടില്ല. ഞാൻ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എവരും അപ്പം കൂടെ കുനിഞ്ഞിരുന്ന് ചിരിയോ ചിരി. എന്നിട്ട് എവര് കണ്ണും കൈയും കാണിച്ചോണ്ട് അങ്ങോട്ട് കൊണ്ട് എവരെ കുനിഞ്ഞിരുന്ന് ചിരിക്കണം. മാലയൊക്കെ ഇട്ടിരിക്കുന്നു. നല്ല സർപ്രൈസ്. ട്രെയിനിൽ വന്നവർ ഫ്രണ്ട് ചാടും. അപ്പം തന്നെ ഞാൻ കുതിരയെ കണക്ക് വാടി. സൈക്കോ പെണ്ണുമ്പിള്ളേ എല്ലാരും അമ്മ എല്ലാരും എടുത്ത് നിൽക്കണേ. അപ്പൊ എനിക്ക് ഇന്നലെ എനിക്ക് ബർത്ത്ഡേ സർപ്രൈസ് ഉണ്ടായിരുന്നു. എടി ഹോട്ടലിലെത്തിയപ്പോ എന്റെ അടുത്ത് ഡേറ്റിന് പോവാന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ഒരുക്കിട്ട് ഡേറ്റ് നീ അറിഞ്ഞാണോ? എന്നിട്ട് മീനാക്ഷി വിളിക്കണം. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് മീനാക്ഷി സർപ്രൈസ് ആണ്. അപ്പോഴേ നോക്കിയപ്പോ പാട്ടൊക്കെ ഇട്ട് കേക്കൊക്കെ കൊണ്ടുവന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു കളി കേക്ക് കൊണ്ട് മീനാക്ഷി കോസ്റ്റ്യൂം എനിക്ക് കുറെ നേരം എന്റെ കിളി പോയി. സ്കൂളിൽ പോയില്ലല്ലേ? ഈ പെണ്ണുങ്ങളൊക്കെ വരണമെന്നറിയാമേ. എനിക്ക് ഭയങ്കര വലിയ സർപ്രൈസ്. ഇങ്ങനെ ഒരു ബർത്ത്ഡേ അല്ലേ എല്ലാരും കൂടെ ഫസ്റ്റ് ടൈം ആണ് സത്യം. അപ്പൊ എല്ലാരും ഉള്ള ബർത്ത്ഡേ എനക്കെല്ലാം കവട വെച്ച് എന്റെ അമ്മ നിന്ന് കാണിക്കും. ഞാൻ പോവാച്ച ചെന്നോണ്ട് ഗോപിയൊക്കെ ഓക്കെ. പിന്നെ അതൊക്കെ എല്ലാരും കളിയാണ്. മീനാക്ഷി കള്ളവാ തുറക്കാം. നമ്മൾ എത്ര നാളെ വാ മുണ്ടാൻ തേടി ഷുഗർ കണ്ടെന്നു. അതേ അത് കട്ട് എന്റെ മുത്തശ്ശി കുടുംബത്തിന് കാരണവത്തി. ഏത് സർപ്രൈസും ഏത് രാത്രിയും പൊളിക്കാൻ പറ്റുന്ന ഹാപ്പി ബർത്ത്ഡേ. കുറച്ചു ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാരും രാവിലെ എത്ര മണിക്ക് വന്ന? 7 മണിക്ക് ഇറങ്ങി. അല്ല 6 മണിക്ക്. എന്നിട്ട് ഇന്നലെ രാത്രി അവക്കൊന്ന് ഉറക്കം പോലും ഇല്ലായിരുന്നു. ഞാൻ 12 ഹരിതയ്ക്ക് വീഡിയോ കോൾ ചെയ്ത് എന്തൊക്കെ ഡാൻസ് പല പല സ്റ്റെപ്പുകളാണ് ഞാൻ കാണിച്ചു കൊടുത്തു തുടങ്ങാൻ വേണ്ടിട്ട്. അതെനിക്ക് വിശദമായിട്ട് പറഞ്ഞു. 7 മണിക്ക് ഇറങ്ങി. പക്ഷെ ബസ്സൊന്നും ഇല്ലായിരുന്നു. കൊള്ള ബസ്സൊക്കെ പിടിച്ചാൽ മതി.
എന്നിട്ട് ഞാൻ വെച്ച് ഇന്ന് രാത്രിയാണ്, ഇന്നലെ രാത്രിയാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ നോക്കിയപ്പോ അവരെന്റെ അടുത്ത് ഹരിത ഇതിനകത്തിരിക്കണം. എനിക്ക് വിഷമം തരുന്നതാണ്. ഹരിത ഇറങ്ങി വാടി എന്ന് വിളിച്ചില്ലേ സ്കൂളിൽ പോകണം തന്നെ. ചുമ്മാ കോമഡി അറിയില്ല തന്നെ. നീരടിച്ചിരിക്കണേ പിണീറ്റല്ലേ ഉള്ളു മനുഷ്യൻ. മൊത്തം നീരല്ലേ ഈ സ്ത്രീകൾ അള്ളി പറിച്ചതാണ്. നിന്റെ കുങ്കുമ വടക്കേ പുറത്തിട്ടേക്കാം. ഞാൻ പൊട്ടിക്കേട്ടാ എന്റെ ഗിഫ്റ്റ് അൺബോക്സിങ്. ആരാ ഇത് തന്നെ എനിക്ക്? നമ്മളെ കൈ നോക്ക് പെണ്ണുങ്ങളെ പെണ്ണുങ്ങളത് പൂക്കി മോൾ. കൊള്ളാം. എനിക്ക് രണ്ടാമായിരുന്നു. ഇതെനിക്ക് ക്യൂട്ട്നെസ് ട്രിപ്പിനൊക്കെ പോകുമ്പോ ട്രിപ്പിനാ എടി താങ്ക് യു. കപ്പുങ്ക കൊപ്പുങ്ക എന്റെ ഗിഫ്റ്റ് എവിടെ? അമ്മോ ചുമ്മാ പറഞ്ഞെ. ഇത് നോക്ക്. യാത്ര ഹണിമൂണിന് അല്ല പ്ലെയിനിൽ ഇരിക്കാൻ പറയും. അത് ഹണിമൂണിന് പിന്നാണ് നടന്നാ പോണത്. അത് കുഴപ്പമില്ല. അല്ല കണ്ണിലേക്കാണ് എന്താ സാധനം അത് എന്റെ കൂട്ടുകാർക്ക് സ്പെഷ്യൽ കയ്യടി കൊടുക്കും. ശരിയാണല്ലേ ഫ്രണ്ടിലോട്ട് നിന്നാലും. അതാണ് അതിനാണ് അങ്ങനെ വെക്കുന്നത്. പിന്നെ ഇരിക്കണം. നല്ല ഇഷ്ടപ്പെടാതെ ജെട്ടി ഞാൻ ജെട്ടി ഇട്ട് ആനയാണ്. തുറക്കണം. എനിക്കിതേ ഇന്നലത്തെ നടന്നതിന് ഞാൻ ഉറക്കൊഴിട്ടപ്പോ ഞാൻ വിചാരിച്ചതാണെന്ന് സ്വപ്നമാണെന്ന്. സ്വപ്നമൊന്നും ആയിരിക്കല്ലേ. ഞാൻ ഗൗരി നമ്മൾ 5 പേരും കൂടെ പോയി നന്ദിനിയുടെ കാറിൽ. ഇതെനിക്ക് ബുക്കാ. കമ്മറ്റി ബുക്ക് തന്നതിന് താങ്ക് യു സോ മച്ച്. സ്കൂളിൽ പോയില്ലല്ല തരാം. അത് പൊട്ടി. അബിയില്ലെങ്കിൽ എനിക്ക് വിഷമാണ്. മൂക്കൊല്ലം ഒടിക്കൂ. ഇല്ല നമ്മൾ മനുഷ്യനെ പിന്നുള്ള സാധനമാണ്. ഇല്ല ഇല്ല അത് നീ കണ്ടിട്ട് പറയണ ആരെയാണെന്ന് പറയല്ലായിരുന്നു. മുന്തിരിക്കൊത്താണോ? മുന്തിരി കൊത്തല്ല, അത് എന്റെ അമ്മയാണ്. മുന്തിരി കൊത്തല്ല തരവണ. ഇതൊന്നും അവരെ കാണിക്കാത്ത നന്നായി പറഞ്ഞു. പട്ടിയാണോ പൂച്ചേ? അത് കണ്ടിട്ട് എന്തൊരു ജീവി എന്ന് പറ. അപ്പൂട്ട ഞാനും നീയും. എനിക്ക് അപ്പു ചില സമയത്ത് തുടങ്ങാൻ എനിക്ക് ഭയങ്കര കുട്ടിക്കുറെ. അമ്മയാണാ? ഓ അവര് എന്തിനാ കുട്ടോ കൊടുക്കുന്ന പൈസ എടുത്തു? ഞാനും നീയും സെലക്ട് ചെയ്ത് ഞാനും വരുതേ പൈസ കൊടുത്തുവിട്ടടി പറയായില്ലേ? അങ്ങനെ അമ്മ അങ്ങനെ അടിച്ചില്ലായിരുന്നു. അടി കൊടുക്കുന്ന പൈസ എടുക്കുന്നത് നീയും നിന്റെ ചേട്ടനും കറക്റ്റാണ്. എന്നാലും ഞാനും അക്കു അബിയും. പക്ഷെ എന്റെ കളി എനിക്ക് അപ്പു എന്നെയും പോലെയാണ് വന്നത്. പറഞ്ഞത് സെലക്ട് ചെയ്ത് ഞങ്ങളെ നോക്കാം. അതായിരുന്നു അബീര. പിന്നെ കുടുക്ക് പൊട്ടിക്കേണ്ടിയിരുന്നു. എടോ ഇതല്ലേടോ കാറിൽ ഡപ്പി കിടന്നത്? ഓ അത് തന്നെ അതും ചോദിച്ചോ? അത് തന്നെ
കാറ് ഡപ്പ ഇടുന്നു. അപ്പൊ ഞാൻ പോയി അപ്പൂട്ടെ ഞാൻ കഴിയട്ടല്ലേ, കുറച്ച് കഴിയട്ടെ. ഇതാര് വാങ്ങിച്ചാ? ആരെന്ന് കണ്ടുപിടി, അതിലാണ് കാര്യം. എല്ലാരും തിരിഞ്ഞില്ല ഇങ്ങനെ കണ്ടുപിടിച്ച പിന്നെ ഞാൻ മീനാക്ഷി ഷിപ്പ് എന്നെ അടിച്ചു കൊല്ലാതെ കൊള്ളാടി നല്ല രസമാണ്. നീ എങ്ങനെ വാങ്ങിച്ചു കൊടുത്തപ്പോ അപ്പൊ ഡെപ്പിയിടുന്ന അതൊക്കെ വേറെ ലീഗ് വേറെ യൂണിവേഴ്സ്. ഒരു ഡൗട്ട് മരല്ല. എന്നിട്ട് ഇത് സർപ്രൈസ് പൊളിച്ച് നിനക്കറിയോ? എനിക്കറിയായിരുന്നു ബർത്ത്ഡേക്ക് സർപ്രൈസ് ഉണ്ടായിരുന്നു. രാത്രി ഉറക്കല്ല, ഇയാൾ രാത്രി ഉറക്കുന്നത്. അതല്ലേ നീ ഇന്നലെ വിചാരിക്കില്ല മോശമായിട്ട് എന്റെ റൂമിലേക്കൊക്കെ എന്നിട്ട് ഇയാളെന്നല്ല, എന്നിട്ട് സിനിമയെ കാണാം. ഇയാളെ കണ്ണൊക്കെ നിന്നിട്ട് സിനിമ കാണാമോ? അപ്പൊ കാണാം. ഞാൻ സിനിമ കണ്ടുകൊടുത്തപ്പോഴും ഞാൻ കൂടെ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒരാണ്ട് ഉറങ്ങിയതുകൊണ്ട് ഒരാണ്ട് കുറന്ന് വരിക. ഞാൻ എത്ര നേരത്തെ കിടന്നുറങ്ങിയാലും ഞാൻ നേരത്തെ ആയിട്ട് എണീക്കുള്ളൂ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച്. മച്ചേ ബുക്ക് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചു. മാമന്റെ ആദ്യത്തെ കെട്ട് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. മാമന്റെ ഫസ്റ്റ് കെട്ട് ഇത് പൊട്ടിക്കട്ടാ അത് എടുത്ത് പൊക്കിയാൽ അങ്ങനെ ഇതുകൊണ്ടല്ല ഞാൻ ഇയാളാ എനിക്ക് എന്റെ വൃത്തിയുടെ സ്വഭാവം എനിക്കല്ല. ഞാൻ എണീക്കുമ്പോ ഇയാളെ കാണണം, അമ്മയും കാണണം. കല്യാണത്തിന് പോകുമ്പോ അമ്മയെ കണ്ടില്ലെങ്കിൽ ഞാൻ മോശമായിട്ട് ചെയ്യണം. എനിക്ക് ആഹാരം ഒന്നും ഇറങ്ങൂല. ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ ദേഷ്യപ്പെട്ട് ഞാൻ കയറിപ്പോവും. പൂച്ചയാളുടെ പട്ടിയാളുടെ. എന്നിട്ട് ഞാൻ നോക്കിയപ്പോ ഒരു ദിവസം എനിക്ക് ഇങ്ങനെ കാണാനില്ല. എന്നിട്ട് പറയണ ഞാൻ ഇപ്പൊ വരുമെന്ന്. അപ്പോഴത്തേക്ക് ഇത്രയും നേരം ഒരു 1-2 മണിക്കൂറായിട്ട് കാണാനില്ല. ഇത് വാങ്ങാനായിരിക്കും. തന്നെ ഇത് വാങ്ങാൻ പോയേ പൊന്നെ? അല്ല, കൊറേ പ്ലാനിങ് ഉണ്ടായിരുന്നു. പ്ലാൻ ചെയ്യാൻ പോയതാ. അതെ, ഈ സ്ത്രീ കാണാനില്ല, ഈ സ്ത്രീ ഇല്ല. പെണ്ണുമ്പിള്ളേക്ക് ഇല്ലാത്ത വയറിളക്കം പറഞ്ഞ ആ പെണ്ണുമ്പിള്ളേരുടെ എനിക്ക് തുറക്കട്ടാ. അപ്പൊ മൂക്കിലൊന്നും ഇടിക്കൂല. തുറക്കട്ടാ. അതാ അപ്പൂട്ടന്റെ ഫ്രിഡ്ജ്. അയ്യോ, സ്കിൻ കെയർ ആക്കി. കുടിക്കാനുള്ള എന്തിനാ വെക്കണ്ട. അയ്യോ, ഞാൻ ഇത് ഇത്ര ദിവസം കൊണ്ട് ഞാൻ നമുക്ക് ഫ്രിഡ്ജ് വാങ്ങാൻ പോയാലോ? അത് രാത്രിയാകുമ്പോ ഞാൻ എനിക്ക് ചോദിക്കും ഫ്രിഡ്ജ് വാങ്ങാൻ പോയാലോ? എനിക്ക് ഭ്രാന്താണെന്ന് വിചാരിക്കും. കന്തം വിട്ടു ഫ്രിഡ്ജാണ്. ജ്യൂസ് കുടിക്കണം. അതെന്താന്നറിയോ, എനിക്ക് ഞാൻ കുറച്ച് ആളായിട്ട് ഞാൻ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ എനിക്കൊരു മിനി ഫ്രിഡ്ജ് വാങ്ങണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഇവിടെ വയ്ക്കുമ്പോ ഇവിടെ ഉള്ള ഇമോഷണം ഭയങ്കര സ്കിൻ കെയർ സാധനങ്ങളൊക്കെ സൂപ്പർ. എവിടെ നിന്നും നടന്നു വെച്ചേ 1 മണിക്കൂർ ഞാൻ ഇവിടെ നിന്നപ്പോ മാപ്പിൽ കാണിച്ചെന്ന് പറഞ്ഞു. ഞാൻ എന്താ അറിയാമോ, എനിക്ക് കാറ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. അപ്പോഴത്തേക്ക് ഇയാള് കാണാൻ ഇയാള് പറയുകയാണെങ്കിൽ ഇപ്പൊ വരുമോ എന്തോ. അത് ഇവരെ കൊണ്ടുപോയില്ലല്ല. ഈ 3 പെണ്ണുണ്ടോ? അപ്പൊ ഇത് സൂപ്പർ. അപ്പൂട്ട് ഇതിനകത്ത് കയറിയിരിക്കാനേ അപ്പൂട്ട താങ്ക് യു. എന്റെ ഷീറ്റ് മാസ്ക്, എന്റെ സിറം. റൂമിൽ തണുപ്പിച്ചു. താങ്ക് യു. 2 വാക്ക്. 2 വാക്ക് പറയാൻ എനിക്ക് ഇതാവല്ല. അമ്മ അറിഞ്ഞ എനിക്ക് ഫ്രിഡ്ജാണെന്ന്. സാധനം കൊണ്ട് പോണതേ കണ്ടുള്ളൂ. അത് ഇതെന്താന്നറിയോ, ഇയാള് പോയിട്ട് വന്നില്ലേ? പോയിട്ട് ഞാൻ മേലെ നോക്കി ഇത്രയും നേരം എവിടെ പോയാലും നോക്കിയപ്പോഴത്തേക്ക് ഡിക്കി തുറന്നിട്ടേ ഇങ്ങനെ നോക്കട്ടെ മേലിരിക്കണം. എന്താ വിളി എന്താടോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് അല്ലെങ്കിൽ പയ്യങ്ങ് എടുത്തോണ്ട് കൂടെ എനിക്കിപ്പോ ഓഫ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ എന്നിട്ട് മാളിന്റെ റൂമിൽ ഞാൻ മൂത്രമൊഴിക്കാൻ കയറിയപ്പോഴത്തേക്ക് അതിനകത്തൊരു സാധനം മൂടി വെച്ചേക്കണം. വീട്ടിൽ ആരൊക്കെ സർപ്രൈസ് അറിഞ്ഞോന്ന് മനസ്സിലായി. പക്ഷെ എന്തായാലും ഇത് സൂപ്പർ. ഇത് പൊളിച്ച് ഇത് എന്റെ അടിപൊളി സർപ്രൈസ്. സാറിന് സർപ്രൈസ് ആണെങ്കിൽ അമ്മ നേരത്തെ പറയും, മാള് നേരത്തെ പറയും. എനിക്കറിയാം പറഞ്ഞുവിടാന്ന്. പക്ഷെ ഞാനിവിടെ
കളമയല്ലേ താങ്ക് യു സോ മച്ച്. എനിക്കാണെങ്കിൽ ഇങ്ങനെ അറിയാമോ ഇങ്ങനെയൊക്കെ അത്ര സന്തോഷം എനിക്ക്. ഭയങ്കര താങ്ക് യു. ഈ ശുഭവേളയിൽ ഈ കമ്മിറ്റിയുടെ പിന്നിൽ പ്രവർത്തിച്ച എൻ്റെ അമ്മ, എൻ്റെ പ്രിയപ്പെട്ട ഹസ്ബൻഡ്, എൻ്റെ അനിയത്തി, കോസ്റ്റ്യൂം നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ നമുക്ക് ആരെ കുത്തിയ പോലും ഞാൻ അറിയും. അതാണ് പെണ്ണുകൊട്ടി ഞാൻ ഇറങ്ങിയില്ല. ഞാൻ ആരെങ്കിലും നിഴല് പോണം. അപ്പൊ ഞാൻ അയ്യോ എന്ന് ഗോപിക, നന്ദന, ഹരിത, അനാമിക, അഭികട്ടൻ, എന്റെ സുന്ദരൻ, എന്റെ ക്രാക്കറി അമ്മമ്മ, എല്ലാവർക്കും ഈ വേളയിൽ നന്ദി പറയുന്നു. കാരണം ഭയങ്കര സ്പെഷ്യൽ. ഇന്നലെ ഞാൻ സർപ്രൈസ് കൊണ്ട് ഇരിക്കാൻ വയ്യ. സർപ്രൈസ് സൂപ്പർ. അറ്റോമാര് കിടില ബാക്കിയല്ലേ കഫേയില് കഫേയിൽ ചെന്നറിയാമോ അപ്പൊ ഞാൻ ആദ്യമായിട്ടല്ലേ അപ്പോഴത്തേക്കും അപ്പോൾ മൂഡിലായിട്ട്. അപ്പൊ ഞാൻ മൂഡിലായിട്ട് ഓക്കെ. അപ്പൊ ഞാൻ പിന്നെ അയാളെ റിവ്യൂ കണ്ടു ഒരു ഹാപ്പി ബർത്ത്ഡേ പാട്ട്. അപ്പൊ ഞാൻ ബാക്ക് ഇട്ടു. ഞാൻ ചില അപ്പൊ പിന്നെ അമ്മേരിക്കും ആര് സെലിബ്രേറ്റ് ചെയ്യണേ കൂടിയ ആൾക്കാരൊക്കെ. അപ്പൊ ഞാൻ എന്നിട്ട് വിചാരിച്ച് ഇത് ആരെങ്കിലും ബർത്ത്ഡേ അക്കുവിനെ ആരെങ്കിലും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം. ഞാൻ തിരിഞ്ഞപ്പോൾ കേക്ക് കൊണ്ടുവന്നു. കുറെ നേരം എനിക്ക് ഞാൻ വിചാരിച്ചു ഈ പെണ്ണുമുള്ള കോസ്റ്റ്യൂം പിന്നിൽ ഞാൻ ഫോണിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി വന്നാലും ഞാൻ വിചാരിച്ചു വേണ്ട നീ ഉറങ്ങണമെങ്കിൽ. നീ ഇപ്പൊ എത്ര മണിക്ക് ഉറങ്ങും? ഞാൻ 10 മണിയാകുമ്പോ കിടക്കുവടി. പക്ഷെ പറഞ്ഞത് ഇന്നലെ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരണില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇതായിരുന്നു. എനിക്ക് നേരം വെളുത്തെങ്കിൽ ഇതൊക്കെ കാണാല്ല. എന്നിട്ട് ഞാൻ മണിക്കൂർ എണ്ണീറ്റ് ഹരിതയ്ക്ക് അപ്ഡേറ്റ് ചെയ്യും. 6 മണിക്കൂറുകൾ, ഇനി ഏതാനും മണിക്കൂറുകൾ, ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ വീടിന് ചുറ്റും അത്ര സന്തോഷം എനിക്ക്. എന്നാലും കഴിച്ച് എനിക്ക് വെച്ചാൽ നിങ്ങളിട്ട് എഫേർട്ട്. ഞാൻ അപ്പുവിന് ഞാൻ എവിടെ ഒരു 10 മിനിറ്റ് കാണാതിരുന്നാലും ഞാൻ തപ്പം എവിടെ അപ്പു പക്ഷെ ഇത് വാങ്ങാൻ പോയത്. താങ്ക് യു പൊന്നെ. ഇല്ല ഞാൻ വിടൂല. പെർഫോമർ ഓഫ് ദ ഡേ. സോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഒരു വലിയ ബർത്ത്ഡേ സെലിബ്രേഷൻ. എനിക്ക് നന്ദി കക്കുൻക അപ്പൊ എല്ലാ ഭാഷ. അപ്പൊ എന്തിനു നന്ദിക്ക് പറയണ? ശുക്രിയ. അതേത് ഭാഷ? ഓക്കെ. അപ്പൊ ശുക്രിയ എല്ലാ ഭാഷയിലും ഞാൻ കുറച്ച് എണീറ്റിരിക്കും. എല്ലാരും കിട്ടണില്ല. എല്ലാ ധന്യാണ്. ബുധനാഴ്ച ഇല്ലേ? ഓക്കെ വാവ്. ഓക്കെ അപ്പൊ എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. കാരണം ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഇവരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പിന്നണി പ്രവർത്തകര്. ഗൈസ് താങ്ക് യു. ആ പിന്നിൽ പ്രവർത്തിച്ച ഇരുണ്ട കൈകൾ അവരുടേതായിരുന്നു. പറ ഇത് ആരായിരുന്നു പ്ലാൻ? നിങ്ങൾ പറ, നിങ്ങളുടെ എങ്ങനെ ഉണ്ടായിരുന്നു? താങ്ക് യു പൊന്നെ, ലവ് യു. ഓക്കെ. അതെ എന്റെ കൂട്ടുകാർ കുറെ നേരമായിട്ട് രണ്ടു പ്ലീസ് എക്സിക്യൂട്ട് ചെയ്ത്. പക്ഷെ എന്തായാലും അടിപൊളിയായിരുന്നു. ഞാൻ ഒരിക്കൽ പറഞ്ഞു ഓർമ്മ വേണ്ട, എല്ലാരെയും വിളിച്ചിട്ട് നമുക്കൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തണം. ഇപ്പോഴല്ല, എല്ലാവരുടെയും എല്ലാരെയും വിളിച്ചിട്ട് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തണം എന്നാണ് പറഞ്ഞത്. ഈ ഗ്യാപ്പിൽ എൻ്റെ അമ്മ ഉണ്ടാ എന്തായാലും കൊള്ളായിരുന്നു. ആദ്യം റോസാപ്പൂ ഒക്കെ കൊണ്ടുവന്നത്. ഈ സ്റ്റെപ്പ് അവർ പകുതി കയറൂല, നിങ്ങൾക്ക് അറിയാമോ? ഇഡലി തന്നെ. എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നറിയ എന്റെ അമ്മൂമ്മേ മഹത്തായ സത്വം. ഗോപി കൊന്ന നോക്കിയപ്പോ ഒരു റോസാപ്പൂ ഒക്കെ പിടിച്ച് അങ്ങനെ ഇരിക്കണം. ഞാൻ ചെന്ന് വെച്ചപ്പോ ഗോപി കൊന്ന കണ്ടില്ലേ. നമുക്ക് കുടുംബത്തോടുള്ള കഴിവാണ് സർപ്രൈസ് പൊളിക്കുക എന്നുള്ളത്. പക്ഷെ എന്തായാലും ഇനി ഭയങ്കര ഇതായി. ഞാൻ കണ്ടു കുതിര കണക്കാണ് ഓടിയെന്ന് തോന്നുന്നു. ഞാൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായി. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗോപികെ, മീനാക്ഷി, മാളു, നന്ദന, ഹരിത, ഹുസൈന്, അബിക്കുട്ട, അനാമികയ്ക്കും അവർക്ക് വയ്യ, എന്തോ ലൂസ് മോഷൻ ആണ് ഗൈസ് കുറച്ച് ദിവസമായിട്ട്. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അച്ചുട്ടി താങ്ക് യു സന്തോഷം. കാരണം നമ്മളിവിടെ
ഇവിടെ ബഹളം വെച്ചപ്പോഴത്തേക്ക് ഇലയുടെ ബഹളം വെച്ചപ്പോ വന്ന് ഇത് പൊളിക്കാണ് കാക്കത്ത് കയറാൻ വേണ്ടി. അവർക്ക് ഇത് കണക്ക് ഇവിടെ കിടക്കണം കൈസ്. എല്ലാരെയും വിശേഷങ്ങളൊക്കെ കേട്ട് താങ്ക് യു സോ മച്ച്. ഓ ഗോപികന്ധര അന്യഗ്രഹ ജീവി വന്ന് കിടക്കണൊക്കെ നോക്കണം. ഓക്കെ താങ്ക് യു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഗിഫ്റ്റ്. ഗൈസ് എനിക്ക് നിങ്ങൾക്ക് തോന്നുമായിരിക്കും എന്തെങ്കിലും ഫ്രിഡ്ജ് എന്നൊക്കെ, എനിക്ക് പ്രാന്താണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. കുറെ നാളായിട്ട് ഫ്രിഡ്ജ് പ്ലാൻ ചെയ്തിട്ട് മെനിഞ്ഞാന്ന് ഞാൻ ഇയാളെടുത്ത് പറഞ്ഞ് നമുക്ക് ഫ്രിഡ്ജ് അല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കൊരു ഫ്രിഡ്ജ് വേണം, എനിക്ക് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ. അപ്പൊ ഞാൻ കുറെ ഒക്കെ ഇവിടെയാണ് കൊണ്ടുവച്ചേക്കണം. കയറി വന്ന് രാവിലെയൊക്കെ എടുക്കാൻ വേണ്ടി പാട്. നാളെ വരെ നമ്മൾ തണുത്ത സ്കിൻ കെയർ എല്ലായിടത്തും. എനിക്ക് എല്ലാവരും ഗിഫ്റ്റും ഇഷ്ടപ്പെട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഗൈസ്. താങ്ക് യു അവിക്കുട്ട. ഓ ഗൈസ് അബി ഉണ്ടല്ലോ, അബി അവൻ ഇവിടെ വരണ പേസ് കോഡും കുറെ ഇതൊക്കെ വന്ന് ആക്രി എന്ന് പറഞ്ഞ എന്തെങ്കിലും പ്രശ്നമാണെങ്കില അതിനെന്തായിരുന്നു മലയാളം ഇംഗ്ലീഷ് പറയാം ആക്രി കുറെ ആക്രി ഡബ്ബ അതും ഇതും കുറെ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂടെ അവൻ എല്ലാം ഇങ്ങനെ മാസം തോറും വിറ്റിട്ട് ഒരു പൈസ കൊണ്ടുവന്ന് അക്കൗണ്ട് ഇട്. എന്നിട്ട് അവൻ എന്തെങ്കിലും ആവശ്യം അവന്റെ കുടുക്കയില് അതാണ് അവന്റെ അക്കൗണ്ട്. അപ്പോഴത്തേക്ക് അതാണ് അവന്റെ അക്കൗണ്ട്. എടാ ഇന്നാള് കിട്ടിയ പൈസ എന്തായാലും കുറെ ടി വി വാങ്ങിച്ചു. 3000 ഇത്ര ഉണ്ടായിരുന്നില്ലേ, 4000 എത്ര ഉണ്ടായിരുന്നു. അതിലവൻ TV വാങ്ങാൻ വേണ്ടിയിട്ട് അവൻ വീട്ടിലോട്ടിട്ട്. യെസ്, അങ്ങനെ എന്റെ വെൽഡൻ ബാബു ആണ് എന്റെ അബിക്കുട്ടൻ. യെസ് അതവരുടെ അച്ഛൻ്റെ ഇവർ ആദ്യം കണ്ടോണ്ട് ഇവരിങ്ങനെയാണ് കാണിക്കുക. നമ്മളൊക്കെ ഇങ്ങനെയല്ലേ, ഇവരൊക്കെ ഇങ്ങനെ. അപ്പോഴത്തേക്ക് അതിൽ നിന്നാണ് എനിക്ക് താങ്ക് യു. അത് ഭയങ്കര സ്പെഷ്യൽ. കാരണം അതിൽ തന്നെ ഞാൻ ഭയങ്കര സ്പെഷ്യൽ ആണെന്ന് ഞാൻ അറിയിച്ചിരിക്കുകയാണ്. എന്തോന്ന് കൊരവളെ കൊരാണ് എന്താ. താങ്ക് യു സോ മച്ച് ഗൈസ്. എല്ലാവരും ഗോപിയെ ലവ് യു, മീനാക്ഷി ലവ് യു, ബാക്കി എല്ലാവർക്കും ലവ് യു. ഉമ്മ ഞാൻ എന്തിനാണ് ഒരുങ്ങിക്കാന്ന് പറയാം, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം ഗൈസ്. അപ്പൊ ഈ ബർത്ത്ഡേ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഗൈസ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ